എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് മെയ് 28 ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് ആയിട്ട് നമ്മൾ പലയിടത്തും കണ്ടു. അപ്പോൾ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിനുമായി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലിൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ എത്തുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. കാരണം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് മെയ് 28 നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നാണ് DHSC ജനറൽ ബോഡി മീറ്റിംഗ് ചേരുന്നത്. അപ്പോൾ ഇന്നാണ് എന്ത് ചെയ്യുക, റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും, ഏത് സമയത്ത് പ്രസിദ്ധീകരിക്കും എന്ന് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ ഏത് സമയത്ത് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ വർഷം ഒരു 11 മണിയോടൊക്കെ കൂടിയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ വർഷവും ഏതായാലും ഒരു 11 മണിയോടൊക്കെ കൂടിയായിരിക്കും റിസൾട്ട് ഉണ്ടാകുക. അത് ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ യോഗ തീരുമാനങ്ങൾ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. ഏതായാലും റിസൾട്ട് വരുന്ന സംബന്ധിച്ച് ഇന്നൊരു തീരുമാനം എന്തായാലും ഉണ്ടാകും. ഏതായാലും ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിദ്യാർത്ഥികൾക്ക് ഏതായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് ഇസ്മീസ് കറിയ സൈനിങ് ഓഫ്.